ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും നല്ല പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്നത്തെ കളക്ഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു പുതിയ ബ്രാൻഡിൻ്റെ ഐറ്റംസ് ആണ് ഇന്നത്തെ കളക്ഷൻസിൽ കാണിക്കുന്നത്. ഒരു 7-8 തരം ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുമാതിരി ജീൻസിൻ്റെ ടോപ്പ് കാണിക്കുന്നുണ്ട്. ജീൻസ് എന്ന് പറയുന്ന ലെവലിൽ തോന്നുന്ന പാൻസ് ആണ് കാണിക്കുന്നത്. നല്ല പാൻസ് ആണ്. നമുക്ക് ചിലർക്ക് ജീൻസിൻ്റെ ആ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പാൻസ് അതിന് വിട്ടിട്ട് ഇപ്പോൾ ഡെനിമിൻ്റെ ഒക്കെ പോലത്തെ പാൻസ് കാണിക്കുന്നുണ്ട്. ഒരു 3-4-5 തരം പാൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീൻസ് ഇടാൻ മടിയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. അതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പുതിയ ബ്രാൻഡിൻ്റെ കൂടെയുള്ള ഒരു ടൈപ്പാണ് നമ്മുടെ. അപ്പോൾ നിങ്ങൾ മേടിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നമ്മളോട് പറയാം. നിങ്ങൾ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് തുടർന്ന് അവരുടെ അടുത്ത് ഒരു കൊളാബറേഷൻ പോലെയോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ടൈപ്പിലോ നമുക്ക് പോവാം. ഇനി അത്ര വലിയ അഭിപ്രായം ഇല്ലെങ്കിൽ നമുക്ക് പുതിയ ആൾക്കാരെ മാറ്റി പിടിക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കായിട്ടൊരു പുതിയ യൂണിറ്റ് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മാറ്റി ചിന്തിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ജീൻസിൻ്റെ ടോപ്പാണ്. ഞാൻ അതിൻ്റെ വീഡിയോസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നെ പറയാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഗിവ് അവേയുടെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യണം. 2 തരം ഗിവ് അവേ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ചിട്ടിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ആൾക്കാരിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് ആ ഒരു ഗിവ് അവേ പറഞ്ഞത്. രണ്ടാമത്തേന്ന് പറഞ്ഞത് ഇനി അങ്ങനെ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റില്ല, നമ്മൾ അങ്ങനെ മേടിക്കാത്തവരും കൂടി കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗൂഗിളിൽ റിവ്യൂ ചെയ്യുന്നവർ, അതപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് മേടിക്കാത്തവർക്കൊക്കെ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പക്ഷെ അതത്ര ആൾക്കാർ അങ്ങനെ റിവ്യൂ ചെയ്തിട്ടില്ല. എന്നാലും 10-15 പേർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയും ഉണ്ട്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂ ആണ് കാണിക്കുന്നത്. ചിലരൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഐറ്റംസ്, അതായത് നമ്മൾക്ക് തുടങ്ങിയ കാലം മുതലേ മേടിച്ചിട്ടുള്ള ഫോട്ടോസുകൾ ഒരുപാടൊക്കെ അയച്ചു തന്ന ഒരാൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പുതിയ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും മേടിച്ച് എങ്ങനെയുണ്ട് മോളെ കാണാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചിട്ട് അയക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാ തരം ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് അയച്ചു തന്ന എല്ലാവരുടെ പേരും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് പേര് വരുന്നത് വീണ ഗോപേഷ് എന്നാണ് കേട്ടോ. ഈ കസ്റ്റമർ നമുക്ക് ഒരുപാട് ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരുടെ പേരും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് വിനീഷ എന്ന് പറഞ്ഞൊരു കസ്റ്റമറാണ്. പിന്നെ വിജിത കെ. ഞാൻ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഇല്ല, എല്ലാവരുടെ പേര് എഴുതിയിട്ടുണ്ടോ എന്നുള്ള ഒരിത്. ധന്യ മോഹനൻ, ഇതൊക്കെ നമ്മുടെ ഈ കുറച്ച് അധിക കാലമായിട്ടില്ല, എന്നാലും ഒട്ടും മിക്ക പ്രൊഡക്റ്റും നമ്മൾ മേടിച്ചു തരുന്ന ഒരു 8-10 ഉണ്ടാവും. മേടിച്ച് എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും ആൾ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ അയക്കി തരും കേട്ടോ. ധന്യ മോഹൻ, അങ്ങനെ ഒരുപാട് നമുക്ക് നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം വീണ ഗോപേഷാണ് ഇന്നത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് കേട്ടോ. വീണ ഗോപേഷ്. ഇനി കാണിക്കുന്നത് നമ്മുടെ ഗൂഗിളിൽ റിവ്യൂ ഇട്ടിട്ടുള്ളതാണ്, അത് കാണിക്കാവേ. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ഗൂഗിളിൽ റിവ്യൂ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും തന്നെ 5 സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ശരിക്കും എനിക്കത് വായിക്കുമ്പോൾ അവർ നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ സർവീസ് ഭയങ്കര നല്ലതാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലേസ് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് ആകെ കൂടി റിപ്ലേസും ഡിലേ വരുന്നത് ഈ ഡിസ്കൗണ്ട് സെയിൽ പോലെയുള്ള പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ്. ബാക്കി എല്ലാത്തിനും ഞാൻ എത്രയും പെട്ടെന്ന് റിവ്യൂ തരാൻ അല്ലെങ്കിൽ സ്റ്റാഫോ റിവ്യൂ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് ഇട്ട എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഇതിൽ പേര് എഴുതിയിട്ടുള്ളത് ആ റിവ്യൂവിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള പേരാണ് ഇതിൽ വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ജിമെയിലിൻ്റെ പേര് ഏതാണോ അതായിരിക്കും ഇതിലുണ്ടാവുക കേട്ടോ. നമുക്ക് കസ്റ്റമറിൻ്റെ പേര് ചിലപ്പോൾ അറിയാനില്ല. നിങ്ങൾ ജിമെയിൽ ഏതാണോ എടുത്തേക്കണത് അതിൻ്റെ റിവ്യൂ ആയിരിക്കും പറയണം കേട്ടോ. പിന്നെ ഞാനൊന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വെച്ചിട്ട് കേട്ടോ. അതാ ഇന്ന് ഒരാളുടെ പേര് ഞാൻ എടുക്കുകയാണ്. റിവ്യൂ ഇട്ട ഒരാളുടെ പേര് റിനു വി ഡി എന്നാണ് കസ്റ്റമറിൻ്റെ പേര് കേട്ടോ. റിനു വി ഡി. ഇത് കസ്റ്റമറിൻ്റെ ഇമെയിലിൻ്റെ പേര് അതിൽ കാണിക്കുന്ന പേരായിരിക്കും. അപ്പോൾ ഇത് നമ്മൾക്ക് നിങ്ങളുടെ ഏതാണോ ഇമെയിലിൽ നിങ്ങൾ അയച്ചിട്ടുള്ള ഈ റിനു വീഡിയോ എന്ന് കാണുന്ന ഒരു ഇമെയിലിൻ്റെ ഇതെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ വാട്സപ്പിൽ അയച്ചു തരണം കേട്ടോ. ഇനി ഇതിൻ്റെ പേരിൽ വേറൊരാൾ വരരുത്. അതുകൊണ്ടാണ് കസ്റ്റമർ ആണെങ്കിൽ നമുക്കറിയാം അവർ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചാറ്റിൽ നമുക്ക് റിപ്ലൈ ആയിട്ട് കൊടുക്കാം. പക്ഷേ ഇത് നമുക്കങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഇന്നേ വരെ ചാറ്റിൽ ഇല്ലാത്ത ആളായിരിക്കാം,
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരിലായിരിക്കില്ല നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. റിനു VD എന്നാണ് കസ്റ്റമറിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗിവ് എവേയുടെ വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ 2 പേരും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ഗിവ് എവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ വിജയിച്ച 2 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ഇവിടുന്ന് ഒരു കുർത്തിയാണ് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യണം. അവരുടെ സൈസും കാര്യങ്ങളും വെച്ചിട്ട് ഒരു കുർത്തി നമ്മൾ ഇവിടുന്ന് സമ്മാനമായിട്ട് തരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് കളക്ഷൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതൊരു ബ്രാൻഡിൽ വരുന്നതാണ്. ഇതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. ഒരു ചൈനീസ് കോളർ പോലത്തെ ഒരു ഇത്, ബട്ടണൊക്കെ നല്ല നീറ്റായിട്ടുള്ള ഒരു ബട്ടണാണ്. ഇവിടെ ഇങ്ങനെ ഒരു പിൻടക്സ് പോണ്ട 3 ഇത് പിൻടക്സ് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ഇച്ചിരി വിരിവും കാര്യങ്ങളും കിട്ടും. അതാണ് കേട്ടോ. ലെങ്ത്ത് വരുന്നത് ഒരു 26.5, 26.5 ലെങ്ത്ത് വരുന്നത്. സ്ലീവ് ഒരു 17 ഇഞ്ച് ലെങ്ത്ത് വരും. ഇവിടെ ഇച്ചിരി പടി പോലെ കൊടുത്തേക്കണം. നല്ല മെറ്റീരിയലാണ്. ഒരു ബ്രാൻഡിൻ്റേതായ എല്ലാ ക്വാളിറ്റിയും ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെയാണ് 3 ബട്ടറാണ് നമുക്ക് ഷോക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് ഇങ്ങനെയാണ്. നല്ല നല്ല റേറ്റുമാണ്. ഇനിയിപ്പോൾ നമുക്ക് ടൂറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതാണ് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. 2 സൈഡിലേക്കും പിൻടക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, M മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വന്നിട്ടുള്ളത് 599 ആണ് കേട്ടോ. 599 M, L, XL, XXL സൈസ്. ഇതിൻ്റെ ആംപിറ്റ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് L ആണ്. അതിന് ഒരു നോർമൽ 40-നേക്കാളും മുന്നോട്ടാണ്. ഒരു 42-ൻ്റെ വീതി കിട്ടും കണ്ടോ. ഇത് നോർമൽ കുർത്തീനെ അതിനേക്കാൾ ഒരു സൈസ് കൂടുതലാണ്. പക്ഷെ നമ്മൾക്ക് പിൻടെക്സ് ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന എമ്മിന് ഒരു 40-കാർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ഇത് നല്ല ഷേപ്പിൽ കിടന്നോളും. അന്ന് നമുക്ക് ടൈറ്റ് ഫിറ്റായിട്ട് തോന്നുമില്ല. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നോർമൽ സൈസ് എടുത്താലും പ്രശ്നവുമില്ല. ഇനി അല്ല എനിക്ക് വേണ്ട ഇതൊരു സൈസ് കൂടുതലാണെങ്കിൽ അതിന് മുന്നത്തെ സൈസ് എടുത്താലും പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. കണ്ട നല്ല വീതി ഉണ്ട്. ഇത് L സൈസ് ആണെങ്കിലും ആംപിറ്റ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ 42 കിട്ടും. പക്ഷെ ഷർട്ടൊക്കെ പിന്നെ നമ്മൾ കുർത്തിയുടെ പോലെ അത്ര ഷേപ്പിൽ ഇടാത്തതായതുകൊണ്ട് നോർമൽ സൈസിൽ എടുത്താലും പ്രശ്നമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. 599 ആണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. അതും കൂടി കാണാം. അടുത്ത കളർ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നേരത്തെ ഒരു ബ്ലൂവും ഇതൊരു പിങ്ക് ഷെയ്ഡിലേക്കും വരുന്നതാണ്. ബാക്കി ചെക്കും പാറ്റേൺസും എല്ലാം സെയിം ആണ്. ഇവിടെ പിൻടെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സെയിം ആണ്. നല്ല രസമുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടോപ്പാണ്. നമുക്ക് അത്യാവശ്യം 26.5 ലെങ്ത്തിലേക്ക് ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്തും വരുന്നത് കേട്ടോ. നല്ല എന്താ പറയുക, ഒരു കോട്ടണും ഓൾമോസ്റ്റ് കോട്ടൺ പോലത്തെയാണ്. എന്നാലൊരു ഷർട്ടിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. 599 ആണ് പ്രൈസ് വരുന്നത്. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. XXL എന്ന് പറയുമ്പോൾ നമുക്കൊരു 46-ൻ്റെ അടുത്ത് കിട്ടും കേട്ടോ. എല്ലാതും ഒരു സൈസ് മുന്നോട്ടാണ്. ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നതും ഒരു സൈസ് മുന്നോട്ടാണ്. പക്ഷെ അത് നമ്മുടെ ബോഡി സ്ട്രക്ചറായിട്ട് ഈ പിൻടെക്സ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഷേപ്പിലേക്ക് തന്നെ കിടന്നോളും. അതുകൊണ്ടാണ് നോർമൽ എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു സൈസ് പുറകോട്ട് എടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുക്കുന്ന ഒരു ഇതിന് മാത്രം പ്രോത്സാഹിപ്പിക്കാറുള്ളൂ, പുറകോട്ട് എടുക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം നമുക്ക് സൈസിൻ്റെ കേസിൽ റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. ഡാമേജ് ആയി പ്രൊഡക്റ്റിന് മാത്രമാണ് നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളത്. അതെല്ലാവരും ഓർത്തേക്കാം. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. കളറ് അങ്ങനെയൊന്നും പറഞ്ഞ് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ 2 ഇത് ടോപ്പ് വരുന്നത്. ഈ ഒരു ടോപ്പ് ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ജീൻസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പാൻസിൻ്റെ അത് കാണിക്കാം. ഇതാണ് കേട്ടോ ആദ്യത്തെ കാണിക്കുന്നത്. നല്ല രസമുള്ള ഒരു ഇത് കണ്ടോ, ജീൻസിൻ്റെ പോലെയല്ല, കുറച്ച് പാൻറ് പോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ ആ ഒരു ജീൻസിൻ്റെ ടൈപ്പിൽ വരുന്നൊരു ഐറ്റമാണ്. ഇത് ഇവിടെ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. നമുക്കിപ്പോൾ ജീൻസ് ഇടാൻ അത്ര ടൈറ്റ് പോലത്തെ അല്ലെങ്കിൽ അത്ര കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഇതിൽ സൈസ് ചാർട്ട് കൊടുത്തിട്ടുള്ളത് L, XL, XXL അങ്ങനെയാണ് കേട്ടോ. ഏതോ ഒരു പാൻറ്റുമേ L30 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വേസ്റ്റ് അളക്കുമ്പോൾ ഇത് L എന്ന് പറഞ്ഞാൽ 30 ആണെങ്കിൽ ഇതിങ്ങനെ വലിച്ചാൽ 30 വരെ പോകാം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ അളക്കാണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു 28
27-28 റേഞ്ചാണ് കിട്ടുക. അതിനേക്കാളും വലിച്ചു പിടിച്ചാൽ അത്ര വരെയുള്ളവർക്ക് യൂസ് ചെയ്യാന്നുള്ളൊരു ലെവലിലാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെൻറ്റ് അറിയണമെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ പാൻറ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ലെങ്ത്ത് കുറഞ്ഞ ടോപ്പുകളുടെ കൂടെയോ അല്ലെങ്കിൽ ചില ടോപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യുന്ന ടൈപ്പ്, അങ്ങനത്തേനൊക്കെ കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറാണ്, ഒരു ലൈറ്റ് ചാർട്ടാണ്. ഇതാണ് ഫസ്റ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 ആണ്. L, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ വരുന്നത് ഇതാ ഇങ്ങനെയാണ്. അതിങ്ങനെ ഒരു കെട്ട് പോലെ, ഇത് നമുക്ക് കെട്ടണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കെട്ടണ്ട എന്നുണ്ടെങ്കിൽ, അല്ല കെട്ടണം ഒരു സ്റ്റൈലായിട്ട് അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇത് വേസ്റ്റ് ഇലാസ്റ്റിക് തന്നെയാണ്. ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിന് ഈ സൈഡ് പോക്കറ്റ് മാത്രമാണ് ഉള്ളത്. കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ ജീൻസ് ആണെന്ന് തോന്നുന്നു, പക്ഷെ ജീൻസിൻ്റെ പോലത്തെ പാൻറ്റാണ് വരുന്നത്. L, XL, XXL ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 499 ആണ് കേട്ടോ. ഈ കാണിക്കുന്നതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ പുതിയൊരു ബ്രാൻഡിൽ വരുന്ന ഒരു ടൈപ്പിലാണ്. ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം. ഇനി നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്, നമുക്കിത് നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് വീണ്ടും കൊണ്ടുവരാൻ നോക്കുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്കങ്ങനെ മറ്റേതുപോലെ ഹോൾസെയിൽ പോലെ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇനി അനുസരിച്ച് നമുക്ക് റിക്വയർമെൻറ്റ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് സെക്കൻഡ്. ഇത് ഇച്ചിരി കൂടി ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്നത് നേരത്തെ കാണിച്ച രണ്ടിനേക്കാളും കുറച്ചും കൂടി കട്ടിയുണ്ട്. എന്നാൽ ജീൻസിൻ്റെ ടൈപ്പ് അത്ര കട്ടിയെന്ന് പറയാനും പറ്റില്ല, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതെങ്ങനെയാണ് നല്ല ഡെപ്തിലേക്ക് വരുന്ന പോക്കറ്റാണ്. ഇതെല്ലാം ഇങ്ങനെ തന്നെ ഒരു ഡോറി പോലെ കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കാണ് ബാൻഡ് വരുന്നത്. എല്ലാത്തിലും L, XL, XXL അങ്ങനെ ഒരു മെഷർമെൻ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജീൻസ് പോലെ നമുക്ക് വെയർ ചെയ്യാം. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ലെങ്ത്ത് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് താഴെ ഈ ചുരുക്ക് വരുന്ന പോലത്തെ മൊത്തത്തിൽ ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പ് ജീൻസാണ് ഞാൻ ഇടാറ്. ഓക്കെ, ഇങ്ങനെ വരും കേട്ടോ. നല്ല കളറാണ്. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ. ഇതെല്ലാം L, XL, XXL ആണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ് കേട്ടോ. ഇനി കാണിക്കുന്നത് പ്യോർ ബ്ലാക്ക് ആണ്. ഇത് നമ്മുടെ ജീൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് അങ്ങനെയാണ്. നല്ല ഒരു കട്ടിയുള്ള ടൈപ്പ്, എന്നാലും നമുക്ക് ഇച്ചിരി ചില ജീൻസിൻ്റെ പോലെ ഭയങ്കര കട്ടിയില്ല, എന്നാലും ജീൻസിൻ്റെ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇതിനും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഇങ്ങനെ ഒരു കാർഗോ പോലെ ബാഗ് പോലെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള ഡാർക്ക് ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് XXL ആണ് സൈസ് വരുന്നത്. XXL എന്ന് പറയുമ്പോൾ നമുക്കൊരു അങ്ങനെ വലിച്ചാൽ ഒരു 34 വരെ യൂസ് ചെയ്യാം, അതാണ് കണക്ക് കേട്ടോ. ഇപ്പോൾ XL ഒരു 32 വരെ യൂസ് ചെയ്യാം. നമുക്ക് അവർ സൈസ് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അളക്കുമ്പോൾ ചിലപ്പോൾ ഇത് നമുക്ക് 30 കിട്ടുക, വലിക്കാണ്ട് പിടിക്കുമ്പോൾ അളക്കുമ്പോൾ 30 കിട്ടുക. പക്ഷേ ഇത് വലിച്ചിട്ട് 30 വരെ യൂസ് ചെയ്യാം, 34 വരെ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. നല്ല രസമുള്ളൊരു പാൻറ്റാണ് കേട്ടോ. ജീൻസ് പോലത്തെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്, നല്ല മെറ്റീരിയലും ആണ് വരുന്നത്. അടുത്ത വരുന്നതും ജീൻസിൻ്റെ കൈൻഡ് ഓഫ് ആ ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ്. കളർ വന്നിട്ട് ഇത് എങ്ങനെ വരും കേട്ടോ, ഒരു ലൈറ്റ് ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതിനും ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഇതും L, XL, XXL സൈസിലാണ് വരുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് XXL ആണ് കേട്ടോ. ഒരു 34 വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. ഇവിടെ പോക്കറ്റ് ഉണ്ട്, ഇതുപോലെ തന്നെ സൈഡ് പോക്കറ്റ് ഉണ്ട്. താഴത്തേക്ക് നേരത്തെ പോലെ ഇലാസ്റ്റിക് അല്ല, പാരലൽ പോലെയാണ് വരുന്നത് കേട്ടോ. കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ജീൻസിൻ്റെ അത്ര കട്ടിയില്ല, നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത്. കുറേ പേര് ജീൻസിൻ്റെ കളക്ഷൻസ് ഉണ്ടോ പാൻറ്റിന് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കാണിച്ചതും 699 ആണ് പ്രൈസ് വരുന്നത്. ഇത് കാണിക്കുന്നത് ഇത് മെറ്റീരിയൽ വന്നിട്ട് നല്ല ഭയങ്കര സോഫ്റ്റാണ്. ഒരു ഇമ്പോർട്ടഡ് പോലത്തെ ഭയങ്കര സോഫ്റ്റ്, ഒരു വെൽവെറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു സോഫ്റ്റ്. എന്ന വെൽവെറ്റ് അല്ല, അതുപോലെ ഇരിക്കും കേട്ടോ. അത്ര നല്ല സാധനമാണ് മെറ്റീരിയൽ. ഫ്രണ്ടിൽ ഇതുപോലെ
കണ്ടോ ബെൽറ്റ് ഇടുന്ന പോലെ. പക്ഷെ ഇപ്പം അങ്ങനെ ബെൽറ്റ് ഇടുന്നതല്ല, ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിലും ബെൽറ്റ് ഇടാതെയാണ് വരുന്നത്. പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ട്, ഇനി എല്ലാം നിങ്ങൾക്ക് ബെൽറ്റ് ഇടണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പുറകിൽ 2 പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ 2 പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര മെറ്റീരിയൽ, കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്ര സൂപ്പർ ഐറ്റമാണ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 899 ആണ് കേട്ടോ. അതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെയാണ് കേട്ടോ. ഉണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഐറ്റമാണ്. കിഡിലിനാണ് ഇത്. നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ജീൻസിൻ്റെ പോലെ അത്ര കട്ടിയുള്ളതല്ല. മെറ്റീരിയൽ വൈസ് ഒന്നും പറയാനില്ല, സൂപ്പറാണ്. 899 ആണ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഇതും സൈസ് ചാർട്ട് വരുന്നത് LXL XXL ആണ്. ഇതിൽ കണ്ടോ L30 എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ വേസ്റ്റ് അളക്കുമ്പോൾ നമുക്ക് ഒരു 26 to 28 ആ റേഞ്ചിനുള്ളിലാണ് കിട്ടുക. പക്ഷെ ഇത് നമുക്കിങ്ങനെ വലിക്കാവുന്നുള്ളതുകൊണ്ടാണ് അവർ 30 വരെ എന്ന് പറയുന്നത്. ആ ഒരു കണക്കിലാണ് നമ്മളെല്ലാം പറയുന്നത് കേട്ടോ. L എന്ന് പറഞ്ഞാൽ 30 ആണെങ്കിൽ XL എന്ന് പറഞ്ഞാൽ ഒരു 32 ഇങ്ങനെ വലിച്ച് ഇടാൻ പറ്റുന്ന രീതിയിൽ, XXL എന്ന് പറയുമ്പോൾ ഒരു 34 വരെ ഇടാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ അതിനനുസരിച്ച് ബെൽറ്റൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെറിയ സൈസുകാർക്കും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, കിഡിലനാണ് കേട്ടോ. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്തത്. എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇങ്ങനത്തെ കളക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പ് ജീൻസ് ഐറ്റംസ് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ്. അത് കഴിഞ്ഞു വീഡിയോസിൽ ആദ്യം കാണിക്കുന്നത് നല്ലൊരു സെമി സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് കാണിക്കുന്നത്. അതിനകത്ത് ഹെവി ആയിട്ട് കോപ്പറിൻ്റെ വർക്കും അതിനകത്ത് ഡയമണ്ടിൻ്റെ പോലത്തെ ഒരു സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ട് ഹെവി ആയിട്ട് യോക്കേരിയ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പെരുന്നാൾ സീസണുകളൊക്കെ വരുന്നത് കൊണ്ട്, പെരുന്നാളോ നമുക്ക് എന്ത് ഫങ്ഷൻ വെയറുകളോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസാണ് കാണിക്കുന്നത്. ഇത് 2 തരം ചാർട്ടുണ്ട്. ഡാർക്കായിട്ടുള്ളൊരു ചാർട്ടും ഉണ്ട്, ലൈറ്റ് വേർഷൻ വരുന്നത്. അതായത് ഒരു എന്താ പറയുക, ലൈറ്റ് ടോണിൽ വരുന്ന കുറേ കളേഴ്സും ഡാർക്ക് ടോണിൽ വരുന്ന കളേഴ്സും. ഇത് സൈസ് ചാർട്ട് വരുന്നത് large to 3XL വരെയാണ്. L, XL, XXL, XXL സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒരു 16 ഇഞ്ചാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. എന്നിട്ട് ദാമനിൽ ഇതെങ്ങനെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഈ ഭാഗവും നല്ല ഹെവി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡാർക്ക് ചാർട്ടിൽ 4 കളേഴ്സും ലൈറ്റ് ചാർട്ടിൽ 4 കളേഴ്സാണ് വരുന്നത്. എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമുക്ക് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഐറ്റമാണ്. നമുക്ക് ഒരെണ്ണം മേടിച്ച് വയ്ക്കാം. മെറ്റീരിയൽ വൈസും നല്ല മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് L സൈസാണ്. അതുകൊണ്ട് എനിക്കത് ഇച്ചിരി ലൂസ് പോലെ നിൽക്കുന്നത്. N സൈസ് തൊട്ടാണ് M ആണ് എനിക്ക് കറക്റ്റ് സ്യൂട്ട് ആവുന്നത്. പക്ഷേ ഇതെല്ലാം ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഈ കളർ വന്നിട്ട് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ്. ഇത്രയും റിച്ചാണ് വർക്ക്. ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം. ഉണ്ടോ, മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെ ഒരു നല്ല മെറ്റീരിയലാണ്. ഒരു സെമി സിൽക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഹെവി ആയിട്ടുള്ള വർക്ക് പോകുന്നത്. ഇങ്ങനെ വരും കേട്ടോ. അല്ലാണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ഹെവി ആയിട്ട് വർക്ക് പോകുന്നുണ്ട്. അതുമാതിരി തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തും നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു മെഷീൻ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും താഴെ പോകുന്നുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. ബോർഡറിൽ പുറകു വശം പ്ലെയിനാണ് വരുന്നത്. നമുക്കിതിൻ്റെ കൂടെ ഈ ഒരു കളറിലുള്ള സെയിം കളറിലുള്ള പാൻറ്റ് ഇടാം, അല്ലെങ്കിൽ ഒരു കോപ്പർ ഷെയ്ഡിൽ വരുന്ന പാൻറ്റ് ഇടാം, അല്ലെങ്കിൽ വൈറ്റ് ഇടാം. അങ്ങനെയൊക്കെ ഇടാം. നമുക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നത് ഇടാം. നല്ലൊരു പക്ക പാർട്ടി വെയറാണ്. നമുക്ക് പെരുന്നാളിനൊക്കെ പറ്റിയ കിഡിൽ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 മാത്രമേ വരുന്നുള്ളൂ. ഇത്ര റിച്ച് ആയിട്ടുള്ള വർക്കും കാണാൻ നല്ല രസമാണ്. അത്രേ വരുന്നുള്ളൂ കേട്ടോ. 599 മാത്രമേ വരുന്നുള്ളൂ. L to 3XL സൈസ് വരെ അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സും ഈ പറയുന്ന എല്ലാ ഐറ്റംസും ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ. ഞാൻ വേറെ ചെയ്തിട്ടുള്ള കളറും. ഇനി അതിൻ്റെ കളേഴ്സ് കാണിച്ചു പോവാം. സെക്കൻഡ് വൺ കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ഭയങ്കര മെറ്റീരിയൽ വൈസ് നല്ല മെറ്റീരിയലാണ് കേട്ടോ. കണ്ടോ, അങ്ങനെ ഇരിക്കും മെറ്റീരിയൽ. താഴെ ഇതേ സെയിം വർക്കാണ് പോയിട്ടുള്ളത്. ബ്ലാക്ക് ആണ് വരുന്നത് സെക്കൻഡ് കളർ കേട്ടോ.
കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് ഒരു 44 ടു 45 ആ റേഞ്ചാണ്. ആ റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത്, കൂടിയതല്ല. ഇത് കാരണം അങ്ങനെ ഒരു സ്ട്രക്ചറിൽ ആ ഒരു പാറ്റേണിൽ ഇടുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. എന്നാലാണ് ആ ഒരു ബോർഡർ വർക്കൊക്കെ കാണാൻ രസമുള്ളൂ. ഭയങ്കര ലെങ്ത്ത് ആയി കഴിഞ്ഞാൽ ഇത്രയും വീതിയുള്ള ബോർഡർ വർക്ക് വരുന്നത് കാണാൻ ഒരു ഇടുപ്പ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ, ബ്ലാക്ക് ആണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ വർക്ക് സെയിം ആണ് കേട്ടോ. ഡാർക്ക് സ്റ്റോണിൻ്റെ ഒരു കൈൻഡ് ഓഫ് വർക്കാണ് ഇവിടെ, ലൈറ്റ് ടോണിൻ്റെ വേറൊരു കളറാണ്. അപ്പോൾ ഇത് സെക്കൻഡ് കളർ. അടുത്തത് കണ്ടോ, നല്ല രസമുള്ളൊരു മെറൂൺ ഷെയ്ഡാണ്. 599 മാത്രമേ വരുന്നുള്ളൂ. നമുക്കിനി കല്യാണങ്ങളോ ഉത്സവങ്ങളോ അങ്ങനെ എന്ത് പരിപാടിക്ക് ഉണ്ടെങ്കിലും പെരുന്നാളുകൾക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളും അല്ല, എന്നാൽ ഭയങ്കര ഹെവി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കൈൻഡ് നല്ല മെറ്റീരിയലും വരുന്നത് നല്ലൊരു സെമി സിൽക്ക് പോലെ ആയതുകൊണ്ട് തന്നെ ഒരു സെമി ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് ഒരു ഗ്രീനാണ്, നല്ലൊരു ഗ്രീനാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറകിൽ പ്ലെയിൻ ആണ് വരുന്നത്. ഇത് 4 കളേഴ്സാണ് ഡാർക്ക് ടോണിൽ വരുന്നത്. L2, 3XL, 599. അടുത്ത ലൈറ്റ് ചാർട്ടിൻ്റെ കാണിക്കാം. അടുത്ത കാണിക്കുന്നത് ലൈറ്റ് ടോണിൽ വരുന്നുണ്ട്. ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ്. ഇതിൻ്റെ വർക്ക് ഇച്ചിരി വേറൊരു ടൈപ്പാണ്. കോപ്പറിൻ്റെ വർക്ക് തന്നെ, സ്റ്റോൺ വർക്ക്, ഹെവി ആയിട്ട് സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. താഴെ അതേപോലെ തന്നെ വേറൊരു കൈൻഡ് ഓഫ് വർക്കാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. അതുണ്ടോ, നല്ല രസമുള്ള വർക്കാണ് കേട്ടോ. ഹെവി ആയിട്ട് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ വരുന്ന വർക്കാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ഓക്കെ അല്ലേ. പുറകു വശം ഇങ്ങനെ വരും കേട്ടോ. എല്ലാം ഒരു സെമി സിൽക്ക് പോലത്തെ ഭയങ്കര സോഫ്റ്റാണ്. ഉള്ളിലെ ലൈനിങ്ങും സോഫ്റ്റാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഒരു 44.5 to 45 ആ റേഞ്ചാണ്. ടോപ്പിന് ലെങ്ത്ത് ഉണ്ട്, നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ആ ഒരു ബോർഡർ വർക്ക് ഇത്രയും താഴ്ത്ത് പോയി നിൽക്കണേക്കാളും കുറച്ചുകൂടി കയറി നിന്ന് അങ്ങനെ ഒരു സ്ട്രക്ചറിൽ കാണാനാണ് രസം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലൈറ്റ് ചാർട്ടിലെ ഫസ്റ്റ് കളർ വരുന്നത്. അങ്ങനൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതെല്ലാം L, XL, XXL, 3XL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്, പെട്ടെന്ന് മേടിക്കണം കേട്ടോ. പെരുന്നാളായിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം. അതുപോലെ തന്നെ ഉത്സവങ്ങളും കല്യാണങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇതിന് നെറ്റിൻ്റെ ഒരു കോപ്പർ പോലത്തെ ഒരു ഷാളൊക്കെ ഇട്ടാൽ തട്ടൊക്കെ ഇടാനാണെങ്കിൽ നല്ലതായിരിക്കും. ഇനിയെല്ലാം ഒരു സിംഗിളായിട്ട് ഇച്ചിരി നെറ്റ് ഇച്ചിരി അധികം വീതിയൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് വൺ സൈഡ് ഇട്ടാലൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. പ്രൈസ് വരുന്നത് 599 മാത്രമേ വരുന്നുള്ളൂ. മൂന്നാമത്തെ കളർ വരുന്നത് ഇതൊരു ഒനിയൻ പിങ്ക് പോലത്തെ ഒരു കളറാണ്. എല്ലാത്തിനും താഴെ ഈ ബോർഡർ വർക്ക് ഉണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു ബിസ്ക്കറ്റ് കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഓറഞ്ച് അങ്ങനത്തെയൊക്കെ ഒരു പോലത്തെ ഒരു കളറാണ്. ഓക്കെ അല്ലേ. അപ്പം ഇതിൻ്റെ 4 കളേഴ്സ് കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്, നല്ല രസമാണ് ഈ വർക്ക് കാണാൻ കേട്ടോ. നല്ല രസമായിട്ടാണ്, ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രൈസ് 599 മാത്രമേ വരുന്നുള്ളൂ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. ഏതെങ്കിലും കളർ കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പക്കാണ്. കാരണം കണ്ടാൽ നല്ല ഹെവിയാണ്, എന്നാൽ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നതുമായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. അടുത്ത കളക്ഷൻസ് കാണാം. അടുത്ത് വരുന്നതും ഇതുപോലെ തന്നെ നല്ല റിച്ചായിട്ട് മെഷീൻ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ മെറ്റീരിയൽ
സിൽക്ക് തന്നെ സെമി സിൽക്ക് പോലത്തെ മെറ്റീരിയലാണ്, പക്ഷെ നല്ല ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന ഈ ഒരൊറ്റ കളർ മാത്രമേ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ. കാണാൻ നല്ല രസമാണ്, ഒരു റൗണ്ട് നെക്കും ഹെവി ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതും സൈസ് ചാർട്ട് L, XL, XXL, ഇതിന് XXL അവൈലബിൾ അല്ല. L, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ലീവിനൊക്കെ നല്ല ലെങ്ത്ത് വരുന്നിട്ടുണ്ട്, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയേ വരുന്നത്. ഞാനൊരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു പാൻറ്റാണ് ഇട്ടിട്ടുള്ളത്, അത് തന്നെ ഇത് ഓൾമോസ്റ്റ് ഇതിന് മാച്ചാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഞാൻ. വേണ്ട, ഹെവി ആയിട്ടാണ് വർക്ക് പോയിട്ടുള്ളത്. നല്ല രസമുള്ളൊരു ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന വർക്കാണ്. ഇതിൻ്റെ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഇതിന് സ്ലീവ് ലൈനിങ്ങിലാണ് വരുന്നത് ഈ ടോപ്പിന്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 699 ആണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. പുറകു സൈഡ് ഇങ്ങനെയാണ് വരുന്നത്, സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പ്രൈസ് 699. L to XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് എല്ലാണ്. ഇതൊന്നും നമുക്ക് ഷോൾഡർ ഭയങ്കര ഇറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഇത്രയാണ് കേട്ടോ. പെന്നലും മണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത്, ഇപ്പം എനിക്കാണെങ്കിലും ഇതൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. വലിയ ബാക്കി ഷോൾഡർ ഭയങ്കര കട്ട് ചെയ്ത് അങ്ങനെയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. L, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും കിഡിലിനൊരു ഐറ്റം ആണ് കേട്ടോ. നല്ലൊരു സ്വീറ്റ് ഹാർട്ട് പോലത്തെ ഒരു നെക്ക് പാറ്റേണിൽ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലൊരു ഇത് കൊടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ വുഡൻ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് ഇങ്ങനെ ഒരു ഇത് പോയിട്ട് ഒരു ഓപ്പണിങ് പോലെയാണ്, ഫ്രണ്ട് ഓപ്പൺ പോലെയാണ് കേട്ടോ. എന്നിട്ട് എലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ്, ഷോർട്ടായിട്ടുള്ളതാണ്. മെറ്റീരിയൽ വൈസ് ഒരു ഇമ്പോർട്ടഡ് ക്ലോത്താണ്. ഒരു സെൽഫ് ഒരു ബുട്ട വർക്കൊക്കെ പോകുന്ന തരത്തിൽ നല്ല രസമുള്ളൊരു ഡിജിറ്റൽ പ്രിൻറ്റും ആണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ പാറ്റേൺ വന്നിട്ടുള്ളത്. ഇതെല്ലാം ഹെവി നല്ല ബ്രാൻഡഡിൽ വരുന്ന കളക്ഷൻസാണ്. നമുക്ക് നല്ല സ്റ്റൈലിഷും നല്ലൊരു ഫീലുമാണ് മെറ്റീരിയലിന്. നല്ല രസമാണ് കേട്ടോ, ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് പറ്റുക. ഈ ഒരൊറ്റ പ്രിൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് മീഡിയം സൈസ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. കുർത്തിയുടെ പ്രൈസ് വരുന്നത് 899 ആണ് കേട്ടോ. അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലും സ്ട്രക്ചറൊക്കെയാണ് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അത് 899 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇങ്ങനെ വരും. ഇതുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ പോലെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഒരു വുഡൻ ബട്ടൺ കൊടുത്തേക്കാണ് ഷോയ്ക്ക്. സ്ലീവ് ഒരു പഫ് സ്ലീവ് പോലത്തെ മെറ്റീരിയലാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. പുറകുവശം ഇങ്ങനെ വരും. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പുറകുവശം ഇങ്ങനെ വരും. ഇതിന് കുർത്തിക്ക് ലെങ്ത്ത് നമുക്കൊരു 46ൻ്റെ അടുത്തേക്ക് കുർത്തിയുടെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇതിങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കുർത്തി പോലെ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് പോലെ ആയിട്ട് ഇടാം. പാൻറ് ഇട്ടിട്ടും ഇടാതെയും അങ്ങനെ ഇടാം കേട്ടോ. സിമ്പിളായിട്ട് ഇടാം. നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. M2 XXL 899 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. എക്സാക്റ്റ് കോട്ടൺ പോലെ എന്ന് പറഞ്ഞാൽ ഒരു വടി പോലെ നിൽക്കുന്ന ഒരു ചന്തേരിയൊക്കെ പോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. ഇങ്ങനെ ഒരു കോളർ നെക്ക് പോലെ വന്നിട്ട് ഇവിടെ ബട്ടൺ പോലെ കൊടുത്ത് അതങ്ങനെ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുണ്ട് ഇവിടെ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. സ്ലീവിന് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. സ്ലീവിൻ്റെ പാറ്റേൺ കണ്ടോ, ഇങ്ങനെ ഒരു ക്രോസ് പോലെ കൊടുത്തിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേക വെറൈറ്റി പാറ്റേൺ ആണ്. നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ്. മൊത്തം ഒരു നോർമൽ നമ്മൾ കാണാത്തൊരു സ്ട്രക്ചറിലൊക്കെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് പോയിട്ടുള്ളത്. പാറ്റേണും കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു കളറാണ്, ഒരു മെറൂൺ പോലത്തെ ഒരു കളറിൽ ഒരു പൂക്കളുടെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് വരുന്നത് മീഡിയം ടു XXL ആണ്. ഇത് കറക്റ്റ് ഒരു ഫിറ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈസ് മുന്നോട്ട് എടുക്കുന്നത് നല്ലതായിരിക്കാം. കാരണം വടി പോലെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പം എനിക്ക് കണ്ടോ M സൈസിന് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു സൈസ് വേണമെങ്കിൽ മുന്നോട്ട് എടുക്കാം. ഓക്കെ, ഈ കുർത്തിയിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം കറക്റ്റ് ഷേപ്പാണ്, എല്ലാം ഓക്കെയാണ്, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ.
ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 749 ആണ് കേട്ടോ. 749 രൂപയാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബ്രാൻഡഡിൽ കളക്ഷൻസ് കൊണ്ടുവന്നപ്പോൾ കുറേ പേര് ഞാൻ കോട്ടൺ മാത്രം ഇടാറുള്ള കോട്ടൺ ലവേഴ്സാണ് ഞങ്ങളെന്ന് പറഞ്ഞു. നമ്മൾ ഇനി ഇവിടെ നിങ്ങളുടെ ഉള്ള കളക്ഷൻസിൽ കോട്ടൻ്റെ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് കൊണ്ടുവരാനിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും. കാരണം നമ്മൾ കിടിലം കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ബ്രാൻഡുകൾ ഇപ്പം നമ്മൾ പറയാം ഒരു എക്സിക്യൂട്ടീവ് ലിക്കിലൊക്കെ പോകണം, അല്ലെങ്കിൽ ഒരു ബാങ്കിലെ മാനേജറാണ്, അപ്പോൾ ആ ഒരു പൊസിഷനിൽ കീപ്പ് ചെയ്യുന്ന ലെവലിലുള്ള ഐറ്റംസ് വേണം. അല്ലെങ്കിൽ ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് നോർമൽ ഇപ്പോൾ ചിലപ്പോൾ ജോർജറ്റോ ഹാൻഡ് വർക്കോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ലുക്കിൽ പോകണം. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് നമ്മുടെ നോർമൽ കളക്ഷൻസും ബഡ്ജറ്റ് ബൈയിലുള്ള കളക്ഷൻസും ഉണ്ടായിരിക്കും. നിങ്ങൾ മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. കളർ വൈസ് ആണെങ്കിലും ഡാർക്ക് മെറൂൺ അല്ല, അതുമാതിരി നെക്കിൻ്റെ പാറ്റേൺ ആണെങ്കിലും കാണാനൊക്കെ നല്ല രസമാണ്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈസ് പറഞ്ഞു മീഡിയം ടു XXL ആണ്. കറക്റ്റ് ഫിറ്റാണ്. വേണമെങ്കിൽ ഒരു സൈസ് മുന്നോട്ട് എടുക്കാം. സൈസ് കളറൊന്നും പറഞ്ഞ് നമുക്ക് റിട്ടേൺ ഇല്ല. ഇപ്പം നേരത്തെ കാണിച്ച കുർത്തി കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുക ഈ ഒരു പ്രത്യേക കളറാണ്, ഒരു എന്താ പറയുക, അതങ്ങനെ ഉദിച്ച് നിൽക്കുന്ന കളറല്ല. നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് തീം. ഇപ്പോൾ ഒരു ലിനൻ്റെയൊക്കെ ഷർട്ടുകളിൽ പലതും നല്ല കളേഴ്സും ഉണ്ട്, ചിലത് ഇങ്ങനെ ഒരുമാതിരി ചെക്ക് പാറ്റേൺ ഒക്കെ തോന്നും, ഇതൊക്കെ എന്താണെന്ന് തോന്നും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഒരു കളർ ചാർട്ട് നമുക്ക് വേറെ എപ്പോഴും കിട്ടുന്ന കളറുകളൊന്നുമല്ല. അവരൊക്കെ അത് വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കളറുകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. ചിലർക്ക് കാണുമ്പോൾ തോന്നും ഇത്ര വില കൊടുത്തിട്ട് ഈ ഒരു കളറാണോ എന്നൊക്കെ തോന്നും. എൻ്റെ അമ്മയൊക്കെ പണ്ട് പറയും അങ്ങനെ അങ്ങനത്തെ കളർ എന്ത് ചത്ത മീൻ്റെ കണ്ണ് പോലെയെന്നോ അങ്ങനെ എന്തൊക്കെ പറയും. പക്ഷെ അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് നമ്മൾ ആ ഒരു ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഐറ്റംസ് കണ്ടിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ പച്ചയും മഞ്ഞൊന്നും ഇട്ടുകൊണ്ട് പോയാൽ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതിയിലുള്ള കളേഴ്സ്, എല്ലാ കളേഴ്സും വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഈ കളറാണ്. പ്രൈസ് 749 ആണ്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് വൈറ്റിലാണ് കേട്ടോ. വൈറ്റിൽ നല്ല രസമുള്ളൊരു പ്രിൻ്റാണ്. ഒരു മെറൂണും ഗ്രീനൊക്കെ കൂടി കളറിലുള്ളൊരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് പാറ്റേൺ ഉണ്ടോ, ഇങ്ങനെ ഒരു കോളർ പോലെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു പാതി കോളർ പോലെ വന്നിട്ട് ഒരു വീനക്കാണ് ഇവിടെ ഇങ്ങനെ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവും ഒരു ഇച്ചിരി വെറൈറ്റിയാണ്. ഇങ്ങനെ സൈഡ് കട്ട് പോലെ വന്നിട്ട് ഇവിടെയും ഇങ്ങനെ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഒരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ടൈപ്പാണ് വരുന്നത്. ഇതെങ്ങനെ വരും. കുർത്തിക്ക് നല്ല ലെങ്ത് ഉണ്ട്, ഒരു 46-46.5 ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി, പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കാരണം നോർമൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റിൽ പ്രിൻ്റ് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് കണ്ടോ. ഇതിൻ്റെ പ്രിൻ്റ് വന്നേക്കണുണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇങ്ങനെ വി നെക്ക് പോലെ വന്നിട്ട് ഇവിടെ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവരൊരു സെമി കോളർ വരിക, ഇങ്ങനെ വരെ കോളർ വന്നിട്ടുണ്ട്. സ്ലീവ് ഇതാ ഇങ്ങനെ വരും. ഇവിടെ ഇത്തിരി വീതി പോലെ വന്നിട്ട് ഇവിടെ പോട്ടലി ബട്ടൺ പോലെയാണ് എല്ലാ എഡ്ജിൽ കൊടുത്തതാണ്. സ്ലീവിൻ്റെ എഡ്ജിൽ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, കുർത്തി സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മീഡിയം ടു XXL സൈസസ് ആണ് വരുന്നത്. ഇതും നോർമൽ സൈസിനേക്കാൾ ഒരു മുന്നോട്ട് വേണമെങ്കിൽ എടുക്കാം, കാരണം കറക്റ്റ് ഫിറ്റാണ് വരുന്നത്. ആ ഒരു സ്ട്രക്ചറിലുള്ള ഒരു കോട്ടൺ ആണ്, അതുകൊണ്ടാണ് പറയുന്നതെങ്കിൽ വേണമെങ്കിൽ മുന്നോട്ട് ഒരെണ്ണം എടുക്കാം. പുറകോട്ട് എടുക്കാൻ നമ്മളിത് പ്രോത്സാഹിപ്പിക്കില്ല. ഒന്നിലും എടുക്കാൻ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇത് നമ്മളൊന്നും കൂടി അങ്ങനെ എടുത്ത് പറയുന്നതാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 799 ആണ് കേട്ടോ. ഇതൊക്കെ ഒരു ഇതിൻ്റെ പ്രിൻറ്റിന് അല്ലെങ്കിൽ മെറ്റീരിയലിന് അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ബ്രാൻഡുകൾ ചെയ്യുമ്പോൾ നോർമൽ നമ്മളിങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്ന കളക്ഷനുകളെ വിട്ട് കുറച്ചും കൂടി വെറൈറ്റി പാറ്റേൺസും അല്ലെങ്കിൽ സ്ട്രക്ചറും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ ഉണ്ടാവും വേറൊരു ബ്രാൻഡിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ആ റേഞ്ചുകളിലേക്ക് പോകുന്നത്. കണ്ടോ, ഒരു ബ്രാൻഡിൻ്റേതായ അവരുടെ ഒരു ക്വാളിറ്റി ഉണ്ട്. അവരുടെ നമ്മൾക്കിങ്ങനെ പ്രൈസ് ടാഗ് ഇടലോ അല്ലെങ്കിൽ ഇങ്ങനെ ടാഗുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഓരോരുത്തരും ആ ഒരു ബ്രാൻഡിൽ അവർ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതെല്ലാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ളൊരു പ്രിൻ്റാണ്. പുറകു വശം എന്താ ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും മനസ്സിൽ വെച്ചേക്കണം. എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് തീർന്നു എന്ന് പറയരുത്. കാരണം ഇതിൻ്റെ കാരണം ഞാൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു.
ഇതൊന്നും നമുക്ക് അങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി സ്റ്റാർട്ടിങ്ങിൽ എടുത്ത് എങ്ങനെയാണെന്ന് അറിയാതെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക. അടുത്ത കളക്ഷൻ കാണാം. നമ്മൾ നേരത്തെ കാണിച്ച വൈറ്റിൻ്റെ കളർ ചേഞ്ച് അല്ല, വേറൊരു പ്രിൻ്റാണ്. സെയിം പാറ്റേൺ ആണ്. പകുതി വരെ കോളർ, ഇവിടെ അതുപോലെ പോട്ട്ലി ബട്ടൺ, സ്ലീവ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് ഇവിടെയും പോട്ട്ലി ബട്ടൺ. വേറൊരു പ്രിൻ്റാണ് കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോയിൽ ഇങ്ങനെ മൾട്ടി കളറായിട്ടുള്ള നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റാണ്. നേരത്തെ ഒരു വൈറ്റ് കളർ അത്ര വൈറ്റ് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു കളർ ചാർട്ടാണ് വരുന്നത്. 46-46.5 റേഞ്ചിലേക്ക് ലെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് ലെങ്ത്ത് കുറവ് മതി എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. താഴെ അങ്ങനെ ഒരു വർക്കാണല്ലോ വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രക്ചർ. മീഡിയം ടു XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 799 ആണ്. ഇങ്ങനെ ഇവിടെ പോട്ട്ലി ബട്ടൺ, ഹാഫ് ആയിട്ട് കോളർ നെക്ക്, സ്ലീവിൻ്റെ എൻഡിൽ ഇതേമാതിരി പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സൈസ് മുന്നോട്ട് എടുക്കുകയാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ 2 പ്രിൻ്റ് കാണിച്ച് ഇനി നമുക്ക് അടുത്ത പാറ്റേൺ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ഒരു വൈറ്റ് പ്രിൻ്റ് പോലത്തെ വരുന്നതാണ് കേട്ടോ. ഇച്ചിരി ഹെവിയാണ്, ഭയങ്കര കനമാണ് മെറ്റീരിയൽ വന്നിട്ട്. സ്ലീവിന് നല്ല ലെങ്ത്ത് വരുന്നുണ്ട്, ഒരു 19 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ഇങ്ങനെ മടക്കിയ പോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പ്രിൻസസ് കട്ടിലാണ് വരുന്നത്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ക്ലാസി ലുക്കുള്ളൊരു ഐറ്റമാണ്. ഒരു പ്രത്യേകതയും അതുപോലെ തന്നെ മെറ്റീരിയൽ വൈസ് നല്ല ഒരു ഞാൻ പറയില്ലേ, ഇത് ഇച്ചിരി ഹെവിയാണ് സാധനം. പിടിക്കുമ്പോൾ തന്നെ ഇച്ചിരി കട്ടി കൂടുതലാണ്. ഇവിടെ തൊട്ട് ഇങ്ങനെ ഏറ്റവും വരെ പ്രിൻസസ് കട്ടിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ സെൻറ്ററിൽ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതിന് നല്ല ലെങ്ത് ഉള്ളതാണ്. നോർമൽ ഒരു എലൈൻ സ്ട്രക്ചർ പോലെ വന്നിട്ട് ഇവിടെ ഇവിടെയാണ് ഇച്ചിരി ഭാഗമാണ് കട്ട് ചെയ്തേക്കണം. അങ്ങനെയാണ് ഒരു സ്ട്രക്ചർ കേട്ടോ. നല്ല രസമാണ്. ബ്ലാക്ക് ഒരു ടോപ്പൊക്കെ കൊടുത്താൽ, ടോപ്പല്ല എന്താണ് ബോട്ടമൊക്കെ കൊടുത്താൽ നല്ല രസമായിട്ടൊരു കോഡ് സെറ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എലൈൻ സ്ട്രക്ചറിൽ വന്നിട്ട് താഴെ ഒരു കട്ടിങ് കേട്ടോ. ഇത്തിരി ഭാഗത്ത് ഒരു കട്ടിങ്, ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കിഡിലൻ ഒരു പ്രൊഡക്റ്റാണ്. ഇച്ചിരി ഹെവിയാണ് സാധനം എന്ന് പറയാൻ കാരണം ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. അതുകൊണ്ടാണ്. പിന്നെ 1 സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. പ്രൈസ് വന്നിട്ട് 849 ആണ് കേട്ടോ. അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. ഓക്കെ, പുറകു വശം ഇതുപോലെ നോർമൽ എയർലൈൻ സ്ട്രക്ചറിലാണ് പോകുന്നത് കേട്ടോ. നോർമൽ എയർലൈനാണോ? അല്ല, ഇവിടെയും പ്രിൻസസ് കട്ട് ആ ഒരു ടക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പക്ഷേ സൈസ് ചാർട്ട് വരുന്നത് 2 സൈസ് ചാർട്ട് മാത്രമേ ഉള്ളൂ. ലാർജും എക്സലും മാത്രം. അങ്ങനെയുള്ള സെറ്റുകളാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മീഡിയംകാരെയും XXLകാരെയും ഒഴിവാക്കിയേക്കണം, എന്താണെന്ന് അറിഞ്ഞൂടാ. ലാർജ് എക്സലുള്ള സെറ്റുകളാണ് വരുന്നത് കേട്ടോ. 2 പീസുള്ള സെറ്റ്. ആ സൈസ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് മീഡിയം ആണെങ്കിലും എനിക്കിത് 2 സൈഡിലും പ്രിൻസസ് കട്ടും ഇങ്ങനെ പുറകിൽ ടക്കൊക്കെ അടിച്ചുകൊണ്ട് നമ്മൾ ഇടുന്ന ബോഡി സ്ട്രക്ചറിലേക്ക് ആയിക്കോളും. L എന്ന് പറഞ്ഞാൽ 40, XL എന്ന് പറഞ്ഞാൽ 42. ആ 2 സൈസുകാർക്കും മീഡിയംകാർക്കും യൂസ് ചെയ്യാം. XXL വേണ്ട കേട്ടോ, അത്ര വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ ലൈനിങ്ങിന് അടക്കം ഇവിടെ ഇങ്ങനെ ഓവർലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെവിയാണ് ഐറ്റം. ഇതാണ് ഫസ്റ്റ് പ്രിൻ്റ് വരുന്നത്. ഇതിൻ്റെ 2 പ്രിൻ്റ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഇതാണ്. 2 പ്രിൻ്റിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. LXലുള്ള സെറ്റുകളാണ് വരുന്നത്. അപ്പോൾ അടുത്ത പ്രിൻ്റ് കാണാം. അടുത്ത പ്രിൻ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ വന്നിട്ട് ഒരു ഹെവി റയോൺ എന്നൊക്കെ പറയുന്ന വെച്ചിട്ട് പ്രീമിയം കളക്ഷനിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു നമുക്ക് തലവഴി കടത്താനുള്ളൊരു ഇതിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ സ്റ്റിച്ചാണ്. ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ചെറിയ കട്ടിങ് പോലെ ഉണ്ട്. എന്നിട്ട് എയർലൈൻ സ്ട്രക്ചർ പോലെ വന്നിട്ട് സൈഡ് ഇച്ചിരി ഭാഗം കട്ടിങ് ആണ്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് പ്രിൻ്റ്. ഇതും Lഉം XLഉം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണ് സെറ്റ് വരുന്നത്. ആ ഒരു സൈസ് ചാർട്ട് മാത്രമാണ് വരുന്നത് കേട്ടോ. പ്രൈസ് വരുന്നത് 849 ആണ്. 849 ആണ്. ഇത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇച്ചിരി ഹെവിയാണ്. നിങ്ങൾക്കത് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും. പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള. പുറകിലും ഇതുപോലെ തന്നെ
ആ ഒരു കട്ടിങ് പോയിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ഒരു കട്ടിങ് പ്രിൻസസ് കട്ടിൻ്റെ അതേപോലെ തന്നെ പുറകിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടും ബ്ലാക്ക് ആണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഇതിലൊരു ഇച്ചിരി കൂടിയും ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം പോലത്തെ ഒരു പ്രിൻ്റാണ്, അതിനകത്തൊരു വൈറ്റ് പോലത്തെ പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. കണ്ടോ ഇവിടെ ഇങ്ങനെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, താഴത്തേക്ക് ഇങ്ങനെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം ക്ലാസി സാധനമാണ്. എല്ലും എക്സലും മാത്രമാണ് സൈസസ് വരുന്നത് കേട്ടോ. പ്രൈസ് 849. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാനുള്ളത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് വേണ്ട സൈസ് സഹിതമാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത്. ഇത് അവൈലബിൾ ആണോ എന്ന് മാത്രം ചോദിച്ച് അയക്കരുത്. നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണെന്നും കൂടി ചോദിക്കണം. പിന്നെ നമ്മൾ തിരിച്ച് നിങ്ങളോട് സൈസ് ഏതാണെന്ന് ചോദിച്ച് അടുത്ത റൗണ്ട് മെസ്സേജ് വരുമ്പോഴേക്കും മിക്കവാറും ആ സൈസ് പോയിട്ടുണ്ടാവും. അപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് ചോദിക്കുക സൈസ് ഏതാണെന്ന്. പിന്നെ കുറേ പ്രൊഡക്റ്റുകൾ ചോദിച്ചിട്ട് നിങ്ങൾ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിതൊക്കെ നിങ്ങളുടെ പേരിൽ ബുക്ക് ചെയ്ത് വയ്ക്കുക. ലാസ്റ്റ് നിങ്ങൾ ഇത് മതി എന്നാൽ എന്ന് പറയരുത്. എനിക്കിതിൽ ഏതെങ്കിലും ഒന്ന് മതി, ഇതിൽ ഏതാണുള്ളതെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. ഇന്നത്തെ കാണിച്ചിരിക്കുന്നതെല്ലാം നോർമൽ നമ്മൾ കൊണ്ടുവരുന്ന കളക്ഷൻസിലെ ഐറ്റംസ് എല്ലാം ഒരു ബ്രാൻഡഡിൽ വരുന്ന പ്രീമിയം കളക്ഷൻസ് ആണ്. അപ്പം അതിൻ്റേതായ പ്രത്യേകതയും അതിൻ്റേതായ റേറ്റും കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ ഐറ്റം. അപ്പോൾ നമുക്ക് കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടുന്നതിനനുസരിച്ച് പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഏറ്റവും അധികം കാണിച്ച ജീൻസിൻ്റെയും പാൻറ്റുകളൊക്കെ നല്ല കിടിലം ഐറ്റംസ് ആണ്. നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഇടാനുള്ള താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ മേടിച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.